ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? സഹനത്തിന്റെ മൂല്യം അവരറിയണം. സഹിക്കുവാനുള്ള പാഠങ്ങൾ അവർക്ക് ലഭിക്കണം. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ ക്ഷമയുടെയും സഹനത്തിന്റെയും അധ്യായങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത്. അവിടുത്തെ തന്നെ പ്രിയപ്പെട്ട ആൺമക്കൾ കുഞ്ഞുപ്രായത്തിൽ തന്നെ വിയോഗം തേടുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം ലോകത്തോട് വിട പറയുന്നത്. കാരുണ്യത്തിന്റെ കണ്ണുനീരിനപ്പുറം വികാരത്തിന്റെ വേലിയേറ്റങ്ങൾ ഒന്നും അവിടെ ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരുടെ വിയോഗ സമയത്ത് പൊട്ടിക്കരയുകയും മാറുകീറുകയും ചെയ്യുന്ന സംസ്കാരത്തോട് കാരുണ്യത്തിന്റെ കരച്ചിൽ കൊണ്ട് വിയോഗം തേടുന്നവരോട് നിങ്ങൾ സംയമനം കാണിക്കുക എന്നായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഒരു ഗുണപാഠം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു വരേണ്ടതുണ്ട്. ഭൗതികമായ ജീവിതം ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടേതുമാണ്. ഇവിടെ ഒരു വിശ്വാസിയുടെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ മൈൻഡ് മാപ്പ് ചെയ്യേണ്ട ഒരു തലമുണ്ട്. അതെന്താണ്? ഇത് പ്രവൃത്തിയുടെ ലോകമാണ്. ഇത് പരിശ്രമത്തിന്റെ ലോകമാണ്. പ്രതിഫലത്തിന്റെയും അനുഭവത്തിന്റെയും സ്വർഗീയ ആശിസ്സുകളുടെയും ലോകം വരാനുള്ളതാണ്. ഇത് നൈമിഷികമാണ്. ഇത് താൽക്കാലികമാണ്. ഇവിടെ സഹിക്കാനും ക്ഷമിക്കാനുമൊക്കെ കഴിയണം. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സഹനം, പ്രിയപ്പെട്ട കുഞ്ഞു വിയോഗം തേടിയപ്പോഴും അവിടുന്ന് സംയമനം പാലിക്കുവാനും ഭർത്താവിനോട് സന്തോഷത്തോടെ പെരുമാറുവാനും ഒക്കെ കഴിഞ്ഞ ഒരു കുടുംബത്തിന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ കാറ്റുനോറ്റ് കാത്തിരുന്ന് പ്രായമേറിയപ്പോൾ ലഭിച്ച പൊന്നോമന മകനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുത്ത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പ്രീതി അർപ്പിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പൊന്നോമന മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ മടി കാണിക്കാതിരുന്ന സഹനത്തിന്റെ പ്രതീകമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം. ആ സഹനത്തിനുള്ള സമ്മാനമായിരുന്നു മകനെ അറുക്കേണ്ട മതി എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പനയും. നാം അറിയേണ്ടത് പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങൾ. അവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അള്ളാഹു നിശ്ചയിച്ചയച്ച ലോകത്തിന്റെ മാർഗദർശികളാണ്. അവർ അനുഭവിക്കേണ്ടി വന്ന സഹനത്തിന്റെയും വിരഹത്തിന്റെയും വേദനയുടെയും അധ്യായങ്ങൾ ഖുർആനും ഹദീസും അടിക്കടിയായി നമുക്ക് പറഞ്ഞു തരുന്നത് നാമും ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാനാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധമായ ഖുർആൻ പകർന്നു തന്നത് സഹനത്തിന്റെയും ക്ഷമയുടെയും ഉദാത്തമായ ഉദാഹരണമാണ്. ഇതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ പ്രിയപ്പെട്ട മാതാവിന്റെ വിയോഗം കുഞ്ഞുപ്രായത്തിലെ സഹിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എല്ലാ അത്താണിയും അഭയവും നൽകിയിരുന്ന വലിയുപ്പയുടെയും മൂത്താപ്പയുടെയും വിയോഗങ്ങൾ, അതിനോടൊപ്പം മാമലകൾ പോലെയും അലമാലകൾ പോലെയും കുതിച്ചുവന്ന പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങളെ ക്ഷമയുടെയും സഹനത്തിന്റെയും തീരത്തു നിന്നുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റുവാങ്ങിയത്. ആനുകാലിക യുഗത്തിലെ കടന്നുവരുന്ന തലമുറയുടെ മനസ്സകങ്ങളിലേക്ക് സ്ഥാപിച്ചെടുക്കേണ്ട ഗുണഭാവങ്ങളിൽ ഏറ്റവും വലുതാണ് സഹനം. ആ സഹനത്തിലേക്കുള്ള ഒരു സാമ്പിളാണ് വിശപ്പിനെ സഹിക്കുവാനുള്ള റമളാനിന്റെ പകലുകൾ നമ്മെ പരിശീലിപ്പിക്കുന്നത്. റമളാൻ കേവലം ഒരാചാരമല്ല, ഒരനുഷ്ഠാനമല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ ദീപ്തമാകേണ്ട മഹിഷ്ടഭാവങ്ങളെ കൃത്യമായി പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലന കാലയളവാണ് പരിശുദ്ധമായ റമളാൻ. ഇതിലൂടെ ഏറ്റവും പ്രധാനമായി നാം ഏറ്റുവാങ്ങുന്നത് സഹനത്തിന്റെ അധ്യായത്തെയാണ്. വിശപ്പടക്കാൻ വേണ്ടിയാണ് 365 ദിവസവും നാം അധ്വാനിക്കുന്നത്. ആ വിശപ്പിനെ സഹിച്ചുകൊണ്ട് എല്ലാ സഹനങ്ങളെയും ഏറ്റുവാങ്ങാനുള്ള ഒരു പരിശീലനവും ഒരു കൃത്യമായ അനുപാതത്തിലുള്ള ഒരു മുന്നേറ്റവുമാണ് ഈ കാലയളവിൽ നാം നേടിയെടുക്കേണ്ടത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതിത്തരുകയാണ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് സഹായം തേടുമ്പോൾ ക്ഷമയും നിസ്കാരവും മുന്നിൽ വെക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ യാത്ര ചെയ്യുകയാണ്. അതിനിടയിലാണ് മകന്റെ വിയോഗം അറിയുന്നത്. ഉടനെ വാഹനത്തിൽ നിന്ന് താഴേക്കിറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു, അള്ളാഹുവോട് ദുആ ചെയ്തു. കൂടെയുള്ളവർ ചോദിച്ചു, എന്താണ് അവിടെ നിന്ന് ചെയ്തത്?
ഉടനെ അവിടുന്ന് പറഞ്ഞത്, എന്റെ മകന്റെ വിയോഗത്തിൽ ഞാനിതാ സഹിച്ചിരിക്കുന്നു. അതോടൊപ്പം ഞാൻ 2 റക്അത്ത് നിസ്കാരം കൂടി നിർവഹിച്ചു. സഹനവും നിസ്കാരവും മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം വേഗം ലഭിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹുവിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മഹനീയമായ ഗുണങ്ങളെയും ശ്രേഷ്ഠമായ ഭാവങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. സഹനം, ക്ഷമ, വിട്ടുവീഴ്ച, ഇതൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ വഴിയിൽ എത്രയെത്ര വേദനാജനകമായ രംഗങ്ങളെയാണ് അഭിമുഖീകരിച്ചതായി ചരിത്രം നമ്മോട് പറയുന്നത്. ഉറ്റവർ, ഉടയവർ വിയോഗം തേടിയതു മാത്രമല്ല, ജന്മനാടിനോട് വിട പറയേണ്ടി വന്നതു മാത്രമല്ല, പ്രിയപ്പെട്ടവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രതിഷേധങ്ങളുടെയും പ്രതികാരങ്ങളുടെയും ഒരുപാട് മാമലകളെ അതിജീവിക്കുവാൻ അവിടുത്തെ സഹനത്തിന് സാധിച്ചിരുന്നു. കാലത്തെ അതിജീവിക്കുന്ന സഹനവും ക്ഷമയുമാണ് പുണ്യപ്രവാചകരുടേത് എന്ന് നാം വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്തരമൊരു നല്ല മനസ്സിനെ കുരുന്നുകളിൽ തന്നെ സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീടുകളിൽ അറിയാനും അടുക്കാനും ജീവിതത്തിന്റെ അല്ലലുകളും അലട്ടലുകളുമൊക്കെ അതിജീവിച്ചു വന്ന ഒരു തലമുറ വലുതാകുമ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് സംവദിക്കുവാനും അതിജീവിക്കുവാനുമുള്ള കരുത്തു നേടിയവരാണ്. അതേസമയത്ത് വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവർ, എവിടെയും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ, നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ പൂമത്തയിൽ വളർന്നു വരുന്നവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് വന്നു വീഴുകയാണ്. മോഹനമായ സ്വപ്നങ്ങളുടെ കൂടുകൾ മനസ്സിൽ ഉരുക്കൂട്ടിയിട്ടാണ് പുതിയ ജീവിതത്തിലേക്ക് പുതിയ ദമ്പതികൾ കടന്നു വരുന്നത്. അവരുടെ ജീവിതത്തിൽ എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ നിയമപീഠങ്ങളിൽ ഉരുണ്ടുകൂടിയ കുടുംബ കേസുകളുടെയും അതുപോലെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെയും വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെയും ഒഴിവാക്കപ്പെടുന്ന മൂല്യങ്ങളുടെയും തിരസ്കരിക്കപ്പെടുന്ന ഭാര്യമാരുടെയും തട്ടിയെറിയപ്പെടുന്ന ഭർത്താക്കന്മാരുടെയും ഒക്കെ കഥകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നുപോയാൽ സഹനത്തിൻ ബാലപാഠം പോലും അറിയാത്ത ഒരു തലമുറ ചെയ്തു തീർക്കുന്ന അരുതായ്മകളെയാണ് നാം വായിക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും വൈയക്തിക രംഗത്തും കുടുംബജീവിത രംഗത്തുമൊക്കെ നാം കൈമുതലാക്കേണ്ട പൊതുവായ ഒരു നല്ല ഗുണമാണ് സഹിക്കുക, ക്ഷമിക്കുക. നല്ലതിനെ നേടിയെടുക്കുവാൻ, പ്രതിസന്ധികളോട് സമരസപ്പെടാൻ നമുക്ക് സാധിക്കണം. ഈ നല്ല ഗുണങ്ങളുടെ നടുവിലാണ് നാം വളർന്നു വരേണ്ടത്. ഒരു ഉത്തമമായ ജീവിതത്തിന്റെ ഊടും പാവും രൂപപ്പെടുത്തുന്നിടത്ത് നമ്മളിൽ ഉണ്ടാവേണ്ട ഉത്തമമായ ഗുണമാണ് സഹനം. സഹനം എന്ന മഹനീയമായ ഗുണത്തെ ഹൃദയത്തിൽ വേണ്ടതുപോലെ സ്വാധീനിക്കുവാനും പഠിപ്പിച്ചു തരുവാനും ഈ വിശുദ്ധ മാസത്തിന് ആകുമാറാകട്ടെ എന്ന ഹൃദയം